सौख्यार्थं ध्यानम् ज्ञानार्थं ध्यानम् आरोग्यार्थं ध्यानम्. ഇന്ന് 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ക്ലാസ് തുടങ്ങി 7:45 സമയം കടന്നുപോയി, സാരമില്ല. അപ്പൊ ഇതൊരു ലൈവ് ക്ലാസ് ആണ്. ആരെങ്കിലും പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് ആണ്. ലൈവായിട്ടാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, റെക്കോർഡഡ് അല്ല എന്നർത്ഥം. ഓക്കെ, യെസ്. പക്ഷെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, പുറത്തുള്ളവർക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് പിന്നീട് നോക്കിട്ട് പറയാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ പതഞ്ജല യോഗസൂത്രം അല്ലെങ്കിൽ പതഞ്ജല യോഗസൂത്രം ഞാൻ നിങ്ങൾക്ക് പറയാൻ എൻ്റെ ഒരു അറിവ് ഞാൻ പറയാണ്. നിങ്ങൾ പതഞ്ജല യോഗ സൂത്രം എന്ന് കേട്ടിട്ടുണ്ടോ? പതഞ്ജല യോഗ ദർശനം എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ 100% വ്യത്യാസം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെറിയൊരു അറിവ് പറയാം. അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല എന്ന്. പാതഞ്ജലം അല്ലെങ്കിൽ പതഞ്ജലി എന്നൊക്കെ പറയുന്നത് സംഭവം ഒന്നൊക്കെ തന്നെയാണെന്ന് നിങ്ങൾ ധരിച്ചു വയ്ക്കുക. യോഗസൂത്രം യോഗ ദർശനം ഇവിടത്തെയാണ് പ്രശ്നം. യോഗസൂത്രം എഴുതിയത് പതഞ്ജലി മഹർഷിയാണ്. യോഗ ദർശനം എന്ന് പറയുന്നത് 6 ദർശനങ്ങളിൽ ഒന്നാണ് യോഗ ദർശനം. അപ്പൊ ആ ഒരു ടേം വരുമ്പോൾ യോഗ ദർശനം എന്ന് പേര് നമുക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതായത് ഇതേ സൂത്രങ്ങൾ എടുത്ത് അർത്ഥങ്ങൾ സഹിതം കൊടുത്തിട്ടുള്ളതാണ് യോഗ ദർശനം. വ്യാസൻ എഴുതിയത് അത് യോഗ ദർശനം. പക്ഷെ സൂത്രങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പതഞ്ജല യോഗ സൂത്രമാണെങ്കിലും പതഞ്ജല യോഗ ദർശനമാണെങ്കിലും സൂത്രത്തിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. എഴുതിയ ആളുടെ മനോധർമ്മം അനുസരിച്ച് അർത്ഥവ്യത്യാസം ലൈറ്റ് ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം ഓർത്തു വെച്ചോളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പതഞ്ജല യോഗസൂത്രം, ഒരു സെക്കൻഡ്. ഇപ്പൊ മലയാളത്തിൽ പതഞ്ജല യോഗ സൂത്രം, പതഞ്ജല യോഗ ദർശനം വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയാം. സ്വാമി നിത്യാനന്ദ സരസ്വതി എഴുതിയിട്ടുള്ള പതഞ്ജല യോഗ സൂത്രത്തിന്റെ ഒരു ബുക്കാണ് ഇത്. നിങ്ങളുടെ കയ്യിൽ മിക്കവാറും ഉണ്ടാവാനുള്ള സാധ്യത അത് യോഗ സൂത്രം തന്നെയാണ്. പക്ഷെ ഇവര് തന്നെ വേറെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ പതഞ്ജല യോഗ ദർശനം. ഇനി പക്ഷെ പുതിയ ബുക്ക് ചെയ്തവർക്ക് പതഞ്ജല യോഗ സൂത്രം ആയിരിക്കില്ല വരിക, യോഗ ദർശനമായിരിക്കും വരിക. ഓർത്ത് വെച്ചോളൂ. യെസ്. അപ്പൊ ഇനി പതഞ്ജല യോഗ ദർശനം ഇതാണ്. ഇത് പാതഞ്ജല യോഗ സൂത്രം എന്ന് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് പതഞ്ജലി മുനിയുടെ യോഗ ദർശനമാണ്. ഇത് യോഗ ദർശനം. ഇത് ആചാര്യ ശ്രീ രാജേഷ് എഴുതിയിട്ടുള്ള ബുക്കാണ്. ഇതിന്റെ സൂത്രങ്ങളെല്ലാം സെയിം ആണ്. അർത്ഥ വ്യത്യാസം വന്നത്, അർത്ഥവ്യത്യാസം സമൂലമായ മാറ്റങ്ങളല്ല വന്നത്, കാഴ്ചപ്പാടിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ആ അർത്ഥത്തിൽ വ്യത്യാസം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബുക്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, ഈ 2 ടൈപ്പ് ബുക്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അതല്ല നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറെ വെർഷനാണ്. അത് YIC പോലെ ഒരു കോഴ്സ് പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള നോട്ട്ബുക്കാണ്. അതല്ല നമ്മൾ പഠിക്കാൻ, നമ്മൾ ഒറിജിനൽ ബുക്കാണ്. ഈ 2 ബുക്കിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ സംഭവം സൂത്രം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ബേസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് പറഞ്ഞു. പതഞ്ജല യോഗ സൂത്രവും പതഞ്ജല യോഗ ദർശനവും ക്ലിയർ ആയെന്ന് വരിക്കുന്നു. ഓക്കെ, യെസ്. ഞാൻ കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ മൊബൈൽ നോക്കുന്നില്ല. ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് ഉണ്ട് എന്ന്. ആ നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങളുടെ നോട്ട്സ് ഇല്ല. പേടിക്കണ്ട, ഇതിന് PDF നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം, പരമാവധി ശ്രമിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ശ്രമം എന്തായാലും നല്ല രീതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ വായിക്കാം. ആമുഖമായിട്ട് എന്താണ് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കേണ്ടത്. ഈ ബുക്ക് നമ്മൾ പഠിക്കുമ്പോൾ പതഞ്ജല യോഗസൂത്രം അല്ലെങ്കിൽ ഇനി യോഗസൂത്രം എന്ന് മാത്രമേ പറയുള്ളൂ. യോഗസൂത്രം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് ആ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരാം. ഞാൻ എന്താണോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത് തന്നെ നിങ്ങൾക്ക് PDF ആക്കിയിട്ട് അയച്ചു തരാം. അപ്പൊ കുറേ കൂടി ക്ലിയർ ആയിരിക്കും. ഫോട്ടോ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോ കോപ്പി ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിന്റെ ഒരു കോപ്പി ആണെങ്കിൽ അതല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒറിജിനൽ ബുക്കാണ് പഠിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ബുക്ക് അവിടെ ഇരുന്നോട്ടെ. ബുക്ക് ആരും തുറന്നു നോക്കണ്ട. അതെന്റെ കാര്യങ്ങളല്ല പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ആമുഖമാണ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം വായിക്കാം, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ്. ആരാണ് പതഞ്ജലി മഹർഷി? ഞാൻ ചോദ്യം അങ്ങനെ കൊടുത്തത്. പതഞ്ജലി മഹർഷി ആരാണെന്നുള്ളതാണ് ഇതിൽ കൊടുക്കുക. ഓക്കെ, ഇത് പല അറിവുകളിൽ നിന്ന് നമ്മൾ സാംശീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ഇതാണ് ശരി, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ശരിയില്ല എന്ന് ആരും ധരിക്കരുത്. ഓക്കെ, യെസ്. എന്തായാലും 8 മണിക്ക് നമ്മൾ അവസാനിക്കും. 10 മിനിറ്റ് ഉള്ളൂ. 10 മിനിറ്റിൽ ആമുഖം തീരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർക്കുന്നിടത്ത് വെച്ച് നമുക്ക് തീർക്കാം, പിന്നെ അടുത്ത ക്ലാസ്.
ഓക്കെ, യെസ്. ആരാണ് പതഞ്ജലി മഹർഷി? പതഞ്ജലി മഹർഷിയാണ് യോഗസൂത്രം എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പതഞ്ജലി മഹർഷിനെ കുറിച്ച് ആദ്യം പഠിക്കണം. നോക്കാം. യോഗയെക്കുറിച്ച് ആധികാരികമായ ഗ്രന്ഥം ആദ്യമായി എഴുതിയ പതഞ്ജലി മഹർഷിയാണ്. അതാണ് പതഞ്ജലിയുടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് യോഗ, നമ്മൾ പഠിക്കുന്ന യോഗയെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം, അതായത് ഇതാണ് ഇതിന്റെ ഏറ്റവും ക്വാളിഫൈഡ് ബുക്ക് എന്ന് പറയാവുന്ന ആ ബുക്ക് എഴുതിയത്, ഈ പറഞ്ഞ ഗ്രന്ഥം എഴുതിയത് ആദ്യമായിട്ട് എഴുതി. അതിനുശേഷമൊക്കെ ബുക്കുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, എഴുതിയിട്ടുള്ള പതഞ്ജലി. അപ്പൊ പതഞ്ജലി മഹർഷിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് പുള്ളി വേറെ സ്ഥലത്ത് നിന്ന് അത് വരുന്നുണ്ട് എവിടെ നിന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം യോഗയെ കുറിച്ച് മാത്രമല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഒരു യോഗയെ കുറിച്ച് മാത്രമല്ല ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. യോഗയെ കുറിച്ച് മാത്രമല്ല, വ്യാകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതുപോലെ ആയുർവേദത്തെ കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട് പതഞ്ജലി മഹർഷി. അപ്പോൾ അദ്ദേഹം ഈ യോഗയെ കുറിച്ച് ഒരു ബുക്ക് മാത്രമല്ല എഴുതിയിട്ടില്ല, അത് വ്യാകരണത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തെ കുറിച്ചിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പൊ ചികിത്സയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഗ്രാമറിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചോളൂ. ഓക്കെ, പതഞ്ജലി മഹർഷി ജീവിച്ചിരുന്ന 2500 വർഷത്തിനും 3000 വർഷത്തിനും ഇടയ്ക്കാണ്. ഇതിന് പല വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2200 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നുണ്ട്, 2500 വർഷത്തിന് ഇടയിലാണെന്ന് പറയുന്നത്. അപ്പൊ പല വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയോ, 2200 2500 ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ ബുക്ക് രചിച്ചത് നമുക്ക് തൽക്കാലം മനസ്സിലാക്കി വയ്ക്കാം. ഇന്നത്തെ തമിഴ്നാട്ടിലെ, അതെ, ഇനി വായിക്കാൻ പോകുന്ന പലയിടത്തും പല വെർഷനാണ്. നോർത്ത് ഇന്ത്യ ചെന്നാൽ അവിടുത്തെ ഒരു വെർഷൻ ഉണ്ട്, സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ഞാനൊരു സൗത്ത് ഇന്ത്യ വെർഷനാണ് പറയുന്നത്. ഇന്നത്തെ തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളി ജില്ലയിൽ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് നമ്മുടെ ശിവാനന്ദയിൽ പഠിപ്പിക്കുന്ന ആ ബുക്കിന്റെ ഇത് വെച്ചിട്ടാണ്, അവർക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഈ ബുക്കിൽ അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളി ജില്ലയിൽ തിരുപ്പട്ടൂർ എന്ന ഗ്രാമത്തിൽ ബ്രഹ്മപുരേശ്വര എന്ന ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ സമാധി ഉള്ളത്. അതിന്നുണ്ട്. എവിടെ? ട്രിച്ചിയിൽ തിരുപ്പട്ടൂർ എന്ന ഗ്രാമത്തിൽ ബ്രഹ്മപുരേശ്വര എന്ന ക്ഷേത്രം. അപ്പൊ ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ പോയിട്ടില്ല. എപ്പോഴും നമുക്ക് ട്രിച്ചി ആയതുകൊണ്ട് പോകുന്ന ആദ്യം ദൂരം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും പോയി നോക്കാം എന്താണ് സംഭവം എന്നറിയാം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സമാധിയുള്ള, അപ്പൊ നമ്മൾ ഏകദേശം തമിഴ്നാട് ഭാഗത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ഇനി നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ചെന്നിട്ടുണ്ടാവാം. ഓക്കെ, അത് അവിടെ നിന്നോട്ടെ. ഇതെല്ലാം ഒരു ക്ലിയർ കട്ട് നോട്ടാണോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഇല്ല എന്ന് വിചാരിക്കരുത്, ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ അറിവായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, പതഞ്ജലി മഹർഷി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഗ്രേഡിൽ നോക്കുകയാണ്. പതഞ്ജലി മഹർഷി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ഗ്രേഡിൽ നോക്കുകയാണ്, ശാസ്ത്രജ്ഞൻ എന്നും കൂടി പറയാവുന്നതാണ്. ഇന്നത്തെ സയന്റിസ്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഉയർത്താം. അന്ന് സയന്റിസ്റ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സയന്റിസ്റ്റ് ആയില്ല. ഇന്നത്തെ കണ്ടീഷനിലാണെങ്കിൽ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആവും പറയാം. ഓക്കെ, അദ്ദേഹം എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥത്തെ കുറിച്ചാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആധികാരികമായി പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താ, അപ്പോ അദ്ദേഹമാണ് യോഗയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പതഞ്ജലി മഹർഷിയാണ്. കാരണം ഈ യോഗയെ കുറിച്ചിട്ടുള്ള ആധികാരികമായ ഗ്രന്ഥം യോഗസൂത്രം എഴുതിയത് അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം രചിച്ചിട്ടുള്ള ബുക്കുകൾ യോഗയെ കുറിച്ചിട്ട് മാത്രമല്ല, ആയുർവേദത്തെ കുറിച്ചിട്ടും പിന്നെന്താണ് ഗ്രാമറിനെ കുറിച്ചും ബുക്ക് എഴുതിയിട്ടുണ്ട്. അതുമാത്രം അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നത്തെ തമിഴ്നാടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ സമാധി അവിടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ ഒരു മഹർഷി, ഋഷി തുല്യ മഹാഋഷി, ഋഷിക്ക് അപ്പുറം മഹാനായ ഒരു ഋഷി. അപ്പൊ ഇന്നത്തെ ഒരു സയന്റിസ്റ്റിന്റെ ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാം എന്നുള്ളത്. ഓക്കെ, യെസ്, നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ എന്താണ്, പതഞ്ജലി മഹർഷിയാണ്, തീർന്നില്ല, ഇൻട്രൊഡക്ഷൻ തീർന്നിട്ടില്ല. പതഞ്ജലി മഹർഷിയാണ് വേദകാലഘട്ടത്തോളം പഴക്കമുള്ള യോഗയെക്കുറിച്ച് യോഗസൂത്രം എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നത്. നല്ലൊരു സാധനം. പതഞ്ജലി മഹർഷിയാണ് വേദകാലഘട്ടത്തോളം പഴക്കമുള്ള. യെസ്, അപ്പൊ വേദകാലഘട്ടത്തോളം പഴക്കുണ്ട് എന്ന് പറഞ്ഞു. 8000 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 7000 വർഷത്തിന് മുമ്പ്, 7000 10,000 ഒക്കെ പറയുന്നുണ്ട് പഴക്കമുള്ള യോഗയെ കുറിച്ചിട്ട്. അന്ന് ഋഷിമാരും മുനിമാരും മാത്രമാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരുന്നത്, സാധാരണക്കാരിലേക്കൊന്നും വന്നിട്ടുണ്ടായി. വളരെ സീക്രട്ട് ആയിട്ട്, വളരെ ഗോപ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും വന്ന യോഗ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ ഈ ചെയ്യുന്ന യോഗയൊന്നും അല്ല ഇത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അത്രയല്ല, അതിനപ്പുറത്തേക്ക് ചെയ്യുന്ന മുനിമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ ആണ് നമുക്ക് സൂത്ര രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു. ഓർത്തു വെച്ചോ, സൂത്ര രൂപത്തിൽ. എന്താണ് സൂത്രം എന്നുള്ളത് പിന്നീട് പറഞ്ഞത്. ഓക്കെ, പതഞ്ജലി മഹർഷി യോഗസൂത്രം എഴുതുന്നതിന് മുമ്പ് തന്നെ വേദങ്ങളിലും
ഉപനിഷത്തുകളിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത്ഗീതയിലും യോഗയെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. രാമായണം എന്ന് പറയും, ഇതിഹാസം പറഞ്ഞ സ്ഥിതിക്ക് രാമായണം കൂടെ അതിലുണ്ട്. ഇത്രയും ഗ്രന്ഥങ്ങളിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ആ കണ്ടന്റ് എടുത്തിട്ടാണ് യോഗസൂത്രം എഴുതിയത്. ഒരു സംശയം വിചാരിക്കണ്ട. അല്ലാതെ പുള്ളി ഇങ്ങനെ ഇരുന്ന് എയറിൽ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കളിലും ഒറ്റ സെക്കൻഡേ ലാപ്ടോപ്പിലെ ചാർജ് തീർന്നു പോയി. 1 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. പതഞ്ജലി മഹർഷി യോഗസൂത്രം എഴുതുന്നതിന് മുമ്പ് തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത്ഗീതയിലും യോഗയെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ പോയിന്റിൽ നമ്മൾ ഏറ്റവും അവസാനം പഠിക്കേണ്ടത് യോഗയെ കുറിച്ചിട്ട് ആധികാരികമായ ഗ്രന്ഥം എഴുതിയത് യോഗസൂത്ര പതഞ്ജലി മഹർഷി ആണെങ്കിലും അതിലല്ല യോഗയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് അതിനു മുമ്പ് ഈ ഉപനിഷത്തുകളിലും സ്മൃതികളിലും ഗീതയിലും പുരാണങ്ങളിലും ഭഗവത്ഗീതയിലും രാമായണത്തിലും എല്ലാത്തിലും ഈ പറഞ്ഞ ദർശനങ്ങൾ എല്ലാത്തിലും ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സമയം 8 മണിയായി. ഓക്കെ, യെസ്, ഇവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ഇപ്പൊ തന്നെ മെസ്സേജ് ഞാൻ ഇവിടെ ഇത് മാർക്ക് ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എവിടെ വെച്ച് പഠിപ്പിച്ചോ അവസാനിച്ചു എന്ന് അറിയില്ല. ഓക്കെ, യെസ്, എന്തെങ്കിലും പ്രത്യേകിച്ച് മെസ്സേജുകൾ എഴുതാണ്ടി പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അതുകൊണ്ട് വായിച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. യെസ്, അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ സന്ധിപ്പും വരെ വണക്കം.